അങ്ങനെ പെരുന്നാൾ ദിവസം എത്തി. ഒരു ടിപ്പിക്കൽ ഈദ് വ്ളോഗ് അല്ല കേട്ടോ. രാവിലെ തന്നെ എണീച്ചിട്ട് വണ്ടി കഴുകിടാന്നുള്ളത് എന്റെ ഡ്യൂട്ടി. എന്ത് പെരുന്നാളായിട്ട് നമ്മൾ മാത്രം ഒരുങ്ങിയാ പോരല്ലോ. പിന്നെ നമ്മളെല്ലാം ഒരുങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫിച്ചക്കെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ മാറ്റാൻ നിന്നുകൊണ്ട് എന്റെതെല്ലാം വേഗം തീർന്നിക്ക്. പിന്നെ ഉമ്മച്ചി മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. മാഷല്ല എന്ത് മൊഞ്ചാലെന്റെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് നല്ല നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് വിഷ്ണുട്ടന്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഐശുവിന് പിന്നെ എന്നൊന്നും വേണ്ട, താജു താജു താജു. അവിടുന്ന് പിന്നെ ഉമ്മച്ചക്കോ റീലിനുള്ള വകുപ്പെല്ലാം ഉണ്ടാക്കി കൊടുത്തേക്ക് ഞാൻ. പിന്നെ കുറെ ഫോട്ടോസ് എല്ലാം എടുത്തുക്കുമ്പോൾ വിഷ്ണുട്ടനെ ഞാൻ നോക്കിയിട്ട് ഏതാ അവളെന്ന് വെച്ചിട്ടാ നിന്ന് പോകുന്നത്. നോക്കുമ്പോ എന്താ അവിടുത്തെ ടീംസ് ഫുൾ എങ്ങോട്ടേക്കോ ട്രിപ്പ് പോവാണ്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഉച്ചച്ചൽ സമയമല്ലോ ആയിക്ക് അങ്ങനെ ഇറങ്ങലേ ഉള്ളൂ. അവിടുന്ന് നേരെ പോയത് ഹാജാനിന്റെ വീട്ടിലേക്ക് കണ്ടിരുന്ന ഫുഡ് അവിടുന്ന് നല്ല ഗ്രാൻഡ് ആയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടുന്ന് പിന്നെ കുറെ മിറർ വീഡിയോസ് എല്ലാം എടുത്ത് നിന്ന്. ഈ ടൈമൊക്കെ എന്റെ ഫ്രണ്ട്സ് എവിടെ വെച്ചിട്ട് വിളിച്ചോണ്ടിരിക്കും. പെരുന്നാളിന് ഓണം മൂട് പാട്ടിടാനും വേണ്ട എനിക്കൊരു മനസ്സ്. അങ്ങനെ പിന്നെ ഉമ്മ എന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇറക്കിയിട്ട് ഉമ്മച്ച് തറവാട്ടിക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് പോയി. Guys, welcome back to Hensha's vlog. So today we are at Eid പരിപാടി. എന്താ പറയാ ഞാനൊരു വ്ളോഗർ ആയതുകൊണ്ട് ഇവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മര്യാദക്കൊന്നും നടക്കാനോ സമയമൊക്കെ കണ്ടോ ഡാൻസ് കളിക്കുന്നവരെ ഞാൻ എടുത്തു വെക്കും. ഇത് എക്സ്ട്രോവേർട്ട് ആണോ ചോദിച്ചാൽ ഞങ്ങളെടുത്തൊക്കെയാണ്. ബട്ട് വീഡിയോസിലൊക്കെ ആകുമ്പോൾ ഇൻട്രോവേർട്ട് ആവും. പക്ഷെ എനിക്ക് നല്ല 2 ക്ലിപ്സ് കിട്ടി. അവിടുന്ന് പിന്നെ 2-3 ഫിച്ചൊക്കെ എല്ലാം എടുത്ത് കുറെ കുതിര അടിച്ചിട്ട് നമ്മൾ നേരെ ബുനന്റെ വീട്ടിൽ തന്നെ തിരിച്ചുവിട്ട് നല്ല വെള്ളമെല്ലാം കുടിച്ച്. സപ്പാണ്ടിക്കാണ് സൈൻലബാൻ തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ടില് ഡിപ്രഷൻ ആയിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഓപ്പൺ കണ്ടോണ്ട് തന്നെ നല്ല ധൈര്യത്തിൽ നമ്മളെല്ലാരും കൂടി കൽപ്പറ്റക്ക് വിടുകയാണ്. കാലം പോയൊരു പോക്കെ മക്കളൊക്കെ ഫോണിന് കണ്ണെടുക്കുന്നില്ല. അങ്ങനെ പിന്നെ ബസ്സെല്ലാം കയറിയിട്ട് പോവാൻ നിൽക്കാണ്. പിന്നെ ഒരു കാര്യം നമ്മളെല്ലാരും കൂടി ആ ഒരു ഏരിയ തന്നെ നമ്മളെ എക്സ്ട്രോവേർട്ടിന്റെ പീക്ക് ലെവലിൽ എത്തിക്കും. അങ്ങനെ ഓവറെല്ലാം ആക്കിയിട്ട് നമ്മളെ സൈൻലബാലിലേക്ക് നേരെ വിട്ടേ. അപ്പൊ എന്താ ട്വിസ്റ്റ്, ക്ലോസ്ഡ് ആണ് guys. സാരല്ല, നമുക്കൊന്ന് ഫ്രൂട്ട് ബേയിൽ കയറിയിട്ട് ഒപ്പിക്കാല്ല. അങ്ങനെ പിന്നെ അവിടെയും കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഫുഡെല്ലാം കിട്ടിട്ടോ. അതിനുശേഷം ഞാനും ഫിദയും ഞങ്ങളെ പാരന്റ്സ് വരാൻ വേണ്ടിട്ട് കാത്തിക്കരുത്. എന്നിട്ട് ഫിദന്റെ പാരന്റ്സ് വന്നിട്ട് നമ്മൾ കുറെ ലാഗ് അടിച്ചടന്ന്. കാരണം എന്താ എന്റെ ഉമ്മ വന്നിക്കില്ലേന്. പിന്നെ ഉമ്മക്കുള്ള കുറച്ച് മെഡിസിൻസ് എല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പൊ ഓക്കെ ബൈ.